അതിലെ കല്യാണ വീട്ടിൽ വരുമ്പോൾ ഇപ്പം ഈ യേശു വലിയവനായിരിക്കും എന്നുള്ളത് അമ്മയ്ക്കറിയാം. പക്ഷേ ഈ വലിപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അനുദിനം അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറിയൻ ആലോചനകൾ. മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നബാധിതമായ ഒരു മനുഷ്യൻ്റെ ഒപ്പം നടന്നും ഒപ്പം നിന്നും ചിന്തിക്കുന്ന ആളാണ് മറിയം. അങ്ങനെ ആരുമില്ല ബൈബിളിൽ അത്രയും കൃത്യമായിട്ട്. മനുഷ്യൻ്റെ അനുദിന പ്രശ്നങ്ങളുടെ ഒപ്പം നടന്നുകൊണ്ട് അവൻ്റെ ഒപ്പം തലക്ക് തീ പിടിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഉപ്പുകുറ്റിക്ക് തീ പാറിക്കൊണ്ട് ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് മറിയം. അങ്ങനെ ഈ വലിയവനായിരിക്കുന്ന യേശുവിനെ എങ്ങനെ മനുഷ്യൻ്റെ അനുദിന വിഷയത്തിൻ്റെ അകത്ത് ഒരു പരിഹാരത്തിന് വേണ്ടി അതിനെ പ്രയോഗിക്കാൻ കഴിയും എന്ന് കാനായിൽ ഒരാകസ്മികമായിട്ട് ചിന്തിച്ച ആളല്ല. മറിയത്തിൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു എല്ലാ കാലങ്ങളിലും. എങ്ങനെ മറിയത്തോടല്ല പറഞ്ഞത്, ഇവൻ ഔസേപ്പിതാവിനോടല്ല പറഞ്ഞത്, അവൻ വലിയവനായിരിക്കുമെന്നാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവൻ വലിയവനായിരിക്കും. എന്തിനു വേണ്ടി അവൻ വലിയവനായിരിക്കും? അവൻ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രമാണോ? അല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൻ്റെ പരിഹാരത്തിനും അവൻ വലിയവനായിരിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് മറിയത്തോട് പറഞ്ഞിരിക്കുന്നത്. കൈയടിച്ച് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും വലിയവനായ കർത്താവിന്റെ ശക്തി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ ദൈവപൈതലെ, അതായത് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി മറിയം കാണിച്ച ഒരു തിടുക്കമുണ്ട്. ഈ തിടുക്കം തന്നെയാണ് അമ്മ വലിയവനായ ക്രിസ്തുവിനെ മനുഷ്യൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഒരു പഴുത് നോക്കി നടന്നതുപോലെയാണ് കാനായിലെ കല്യാണം വന്നു ചേരുന്നത്. കാനായിലെ കല്യാണം വാസ്തവത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സർക്കസ് സെൻസ് മാതാവ് ഇതേ ചിന്തയോടു കൂടി നടന്ന് ക്രിസ്തു വലിയവനാണെന്ന് അമ്മയ്ക്കറിയാം. ഈ വലിമ മനുഷ്യന് മനസ്സിലാകുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് അതിൻ്റെ സാധ്യതയെ പ്രയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മനുഷ്യൻ അവൻ്റെ സങ്കടങ്ങളിൽ സമാശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹരൂപമായി അനുഭവിക്കുന്ന ദൈവിക പദ്ധതി അമ്മയ്ക്ക് ഒരു ചെവിട്ടോർമ്മ പോലെ ചൊല്ലിക്കൊടുത്തതുപോലെ അമ്മ ഒരു പഴുതു നോക്കി നടക്കുകയായിരുന്നു. എപ്പോഴാണ് ഈ വലിയവനായ യേശുവിനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആക്കുക. അങ്ങനെ നടക്കുന്ന കാലത്താണ് കാനായിലെ കല്യാണം ഒരു പെട്ടെന്നിങ്ങനെ ഈ പാല് കടയുമ്പോൾ വെണ്ണ വന്ന പോലെ പൊന്തി വന്നത്, അവസരം പൊന്തി വന്നതാണ്. ആ അവസരം ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് വേറെ ആ വിഷയം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതാണ്, അത് വലിയൊരു വിഷയമല്ല, ഒരു ചെറിയൊരു പഴുതാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോയി, വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ആ പ്രശ്നം തീരും. അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കുക, അല്ലെങ്കിൽ 3-4 വീട്ടിൽ പോയി പെട്ടെന്ന് അവിടെ ഉള്ള വീഞ്ഞ്, അവിടെയൊക്കെ വീഞ്ഞുള്ള സ്ഥലമാണ്, ഞാനും പോയതാ. അവിടുന്ന് കുറേ വീഞ്ഞ് അവിടുന്ന് പോയപ്പോൾ കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ
കാര്യം അതോട് അവരുടെ ബിസിനസ്സാണത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പഞ്ഞമൊന്നുമില്ല ഈ സംഭവം. അടുത്ത വീട്ടിൽ പോയ സംഭവം കിട്ടും. അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അവിടെ. അല്ലെങ്കിൽ വിലക്ക് വാങ്ങാമല്ലോ. അപ്പോൾ ഈ രണ്ട് സംഭവം ചെയ്യാതെയാണ് അമ്മ ഈ വിഷയം വലിയവനായ യേശുവിൻ്റെ വലിപ്പം മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരമാകാനുള്ള സാധ്യത അമ്മ കണ്ടുപിടിച്ച ഒരു പോംവഴിയാണ്. നമ്മൾ അമ്മയെ വിളിക്കണത് എന്താണ്? ദിവ്യരഹസ്യങ്ങളുടെ എന്താ വിളിക്കണേ? റോസാപുഷ്പം. ഞങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ വീട്ടിൽ അമ്മ പറയണ വ്രതപുഷ്പമേ എന്നൊക്കെ പറയും. എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ദിവ്യരഹസ്യങ്ങളുടെ വ്രതപുഷ്പമേ വെച്ചാൽ തമിഴാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥന പൊതുവേ ഒരു 100 കൊല്ലം മുമ്പ് ഒരു തമിഴായിരുന്നു. അപ്പം അതുകൊണ്ട് തമിഴിൻ്റെ പ്രാർത്ഥന പതുക്കെയാണ് ഇപ്പോൾ മലയാളത്തിലായത്. കാര്യം കേരളം തമിഴകം ആയിരുന്നല്ലോ. അപ്പം അതിനോട് ആ കാലങ്ങളിലെല്ലാം പഴയ വേദപാഠങ്ങളെല്ലാം തമിഴായിരുന്നു. അപ്പോൾ അത് ദൈവരഹസ്യങ്ങളുടെ വ്രതപുഷ്പം. ഞാൻ സെമിനാരിൽ ചെന്നപ്പോൾ പഠിച്ചത് ഈ വ്രതപുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സെമിനാരിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷ് റോസരിയാണ്. അപ്പോൾ അവിടെ പറഞ്ഞാൽ എന്താണ്? മിസ്റ്റിക് റോസ്, പ്രേ ഫോർ അസ് എന്നുവെച്ചാൽ ദിവ്യരഹസ്യങ്ങളെ ഒരു തേൻ പോലെ ഒരു പനിനീർ പൂവിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് അമ്മ ഒരു പനിനീർ പൂവാണ്. ആ പനിനീർ പൂവിൽ ദിവ്യരഹസ്യങ്ങളുണ്ട്. തേന് പോലെ ഇരിക്കണ പൂവിൽ എങ്ങനെയാണ് തേനിരിക്കുന്നത് അതുപോലെ പരിശുദ്ധ മറിയമാകുന്ന സ്വർഗീയ പുഷ്പത്തിലെ തേനുണ്ട്. എന്തിൻ്റെയാണ്? ദിവ്യരഹസ്യങ്ങൾ.